ഗവർണർക്കെതിരെയുള്ള SFI പ്രതിഷേധത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സ്വന്തം ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ ലംഘനത്തെ പറ്റിയുള്ള ചോദ്യത്തിന് മൈക്ക് ഓഫാക്കിപ്പോയി. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, SFIയുടെ പ്രതിഷേധത്തെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഒപ്പം സ്വന്തം ഗവൺമെന്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചത് ന്യായീകരിച്ചു, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു നിശബ്ദത, അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതല്ലേ? KP മുഖ്യമന്ത്രി ഇന്ന് ന്യായീകരണം നടത്തി SFIയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. SFI ഇപ്പോൾ ഗവർണർക്കെതിരെ അക്രമ സ്വഭാവമുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത്. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ടയിൽ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗവർണർക്കെതിരെ SFI തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരണ സ്വഭാവത്തോടു കൂടി വിലയിരുത്തുന്ന ഒരു സമീപനമുണ്ടായത്. ഗവർണർ പ്രതിഷേധം വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. ആ പ്രതിഷേധത്തിൽ അസ്വാഭാവികമായിട്ടുള്ള നടപടി കാര്യങ്ങളൊന്നുമില്ല. SFI നടത്തുന്നത് ഈ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ന്യായമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പേരുകളുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഈ സർവകലാശാലകളിലേക്കുള്ള സെനറ്റിലേക്കുള്ള അംഗങ്ങളുടെ പേര് നിർദ്ദേശിച്ചത്. അതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ SFIക്കാർ പ്രതിഷേധം നടത്തുന്നത്. ആ കാര്യത്തിൽ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗവർണറുടെ വാഹനം തടഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് SFI കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഗവർണർ ശ്രമിച്ച ആ ശ്രമത്തെയും മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി പറയുന്നത് ബ്ലഡി ക്രിമിനൽ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാർക്ക് നേരെ ഈ ഗവർണർ പാഞ്ഞെടുത്തത് അത് ശരിയായ രീതിയല്ല. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില വാക്കുകളൊക്കെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രക്ഷോഭക്കാരെ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളും ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്ന് മുഖ്യമന്ത്രി വാചാലനാകുമ്പോൾ അതേ ചോദ്യം മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റായിട്ടുള്ള അനിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നുണ്ടായിരുന്നു. ആ സമയത്ത് മൈക്ക് ഓഫാക്കി ഇനി സമയം അവസാനിച്ചു, വാർത്താ സമ്മേളനത്തിലുള്ള സമയം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തത്. രണ്ട് കാര്യങ്ങൾ: മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയില്ലേ എന്നുള്ള ചോദ്യം, അതിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഇന്നലെ ആലപ്പുഴയിലുമൊക്കെ നടന്ന ആക്രമണത്തിലുള്ള പ്രതികരണം, ആ പ്രതികരണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി മുഖ്യമന്ത്രിക്ക് പറയാനില്ല. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു. ആ ഗവർണർക്കെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിഷേധമൊക്കെ ന്യായീകരിക്കപ്പെടേണ്ടതാണ്. മൗനാനുവാദം SFIക്ക് നൽകിക്കൊണ്ട് ഇനിയും പ്രതിഷേധം നടത്താം എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്ന ആ പ്രതിഷേധം അത് ഗവർണർ വിളിച്ചു വരുത്തിയതാണ്. ആ പ്രതിഷേധം ന്യായീകരിക്കപ്പെടേണ്ടതാണ്. പല കാര്യങ്ങളിലും ഗവർണർ എടുക്കുന്ന നിലപാട് പ്രകോപനമുണ്ടാക്കുന്നതാണ്. കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനുള്ള ശ്രമമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിരിക്കുന്നത്. തുടങ്ങിയ രൂക്ഷമായ ഭാഷയിലാണ് ഗവർണർക്ക് നേരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അത് ആ വിമർശനമെല്ലാം ഒന്ന് സംഗ്രഹിച്ച് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ സ്വഭാവമുള്ള, ന്യായീകരിക്കപ്പെടാൻ പാടില്ലാത്ത ആ പ്രോട്ടോകോൾ ലംഘനം, പ്രോട്ടോകോൾ ഗവർണർക്ക് നേരെ നടത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ആ ഒരു അക്രമ സ്വഭാവമുള്ള പ്രതിഷേധത്തെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമമാണ് ഗവർണറെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് വിലയിരുത്താനായിട്ടുള്ളത്. അതോടൊപ്പം ഈ ഗവൺമെന്റിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഗവൺമെന്റ് ഈ പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത ആലപ്പുഴയിലൊക്കെ ഉണ്ടായ ആ സാഹചര്യം ഉണ്ടായിരുന്നു. ലോക്കൽ പോലീസിന്റെ അധീനതയിലുണ്ടായിരുന്ന, അവർ നിയന്ത്രണത്തിൽ വെച്ചിരുന്ന ആ ഒരു പ്രതിഷേധത്തെ എന്തിനാണ് ഗവൺമെന്റ് ഇറങ്ങി, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറങ്ങി അടിച്ചമർത്താനുള്ള ശ്രമം ഉണ്ടായത്? അവരെ തന്നെയാണ് മിഥുൻ പറഞ്ഞതുപോലെ തന്നെ SFIയുടെ പ്രതിഷേധത്തെ ന്യായീകരിക്കുന്നു. അപ്പം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം പ്രതിഷേധക്കാരെ തല്ലിച്ചെറുക്കുന്ന പോലീസിന്റെ, ഗവൺമെന്റ് ഇടപെടലുകളും അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.